എല്ലാവരും കാണുന്ന തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാ എഫക്റ്റ് ചെയ്യണം. നമുക്ക് അന്നും ഇന്നും ഒരേപോലെ. അതാണ് എല്ലാം കൊണ്ടും നല്ല സിനിമ, പണ്ടും നല്ല സിനിമ, ഇന്നും നല്ല സിനിമ, എല്ലാം സക്സസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. വടക്കൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു. മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഓരോ മലയാളികളും തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണും. പലരും ഈ പടം യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു സംഭവമാണ് തിയേറ്ററിൽ കാണുന്നത്. മമ്മൂക്ക ആരാണ് എന്താണെന്ന് പുതിയ പിള്ളേരൊന്നും വന്ന് കാണട്ടെ. സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അവിടെ അവർ അതിൻ്റെ മേക്കേഴ്സ് എല്ലാവരും വിചാരിച്ചെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് റിഫ്ലക്റ്റഡ് ആണ്. അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ വിഷ്വൽ എക്സ്ട്രാവേഗൻസി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഈവൻ അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലൊക്കെ ആ ഒരു തിയേറ്ററിന് വിഷൻ ചെയ്തുകൊണ്ട് ഈ ലെജൻസ് ഇത് അന്ന് തന്നെ ചെയ്തതിൻ്റെ ആസ് എ ഫിലിം സ്റ്റുഡൻറ്റ് എനിക്കതാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ദ ഡെപ്ത് ഇൻ സ്ക്രിപ്റ്റ്, ദ ഡെപ്ത് ഇൻ പെർഫോമൻസ്, ദ ഡെപ്ത് ഇൻ ഇമോഷൻസ്. എനിക്കൊന്ന് മനുഷ്യൻ എന്നും ഇങ്ങനെ ലൈക്ക് ഹ്യൂമൻ ഇമോഷൻസ് എന്നും ഇല്ല. മഹാഭാരതം എടുത്തു കഴിഞ്ഞാലും ഗെയിം ഓഫ് ത്രോൺസ് എടുത്താലും ബാഹുബലി എടുത്താലും നമ്മൾ വടക്കൻ വീരഗാഥയിലേക്ക് പോകുമ്പോഴും അതിൻ്റെ ഒരു മീറ്റർ സെയിമാണ്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് അതിൻ്റെ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെല്ലാവർക്കും വലിയ മിസ്സാണ്. സിനിമ ഞാനിപ്പം പുറത്ത് പറഞ്ഞു തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. സിനിമയുടെ അവസാന രംഗത്തിൽ നമുക്ക് പറയുന്നത് പൊതുവേ അതുപോലെ നടന്ന ഗുരുക്കന്മാർ അവരുടെ അധ്വാനം ഹരിഹരൻ സാർ, രഞ്ജി സാർ, രാജേന്ദ്രബാബു സാർ എന്നുള്ള വലിയ ലെജൻസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു വലിയ സൃഷ്ടി. ഒരുപാട് വലിയ പ്രതിബദ്ധതയുടെ സർഗാത്മകതയുടെ ഒരു സംഗമം നമുക്ക് വീണ്ടും കാണാൻ കഴിയും. പുതിയ തലമുറയിലുള്ള സിനിമാക്കാർക്ക് കൂടുതൽ വിനയത്തോടെ മാത്രമേ ഇതുപോലൊരു സിനിമ കാണാൻ പറ്റുന്നത്. അത്രയധികം 35 കൊല്ലം മുമ്പാണ് ഇതുപോലൊരു സിനിമ നമ്മൾ സംഭാഷണങ്ങൾ കഥാപാത്രങ്ങൾ വളരെ